ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ബദ്ധേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധി നാമിനെ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമാമി ദേവം കരുണാനിധാനം തമാലവർണം സുഹിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവതസ്വരൂപം. ഹരേ കൃഷ്ണ. ആജാനുലംബിത ഭുജൗ കനകാവതാരൗ സങ്കീർത്തനൈകവിതരൗ കമലായദാക്ഷൗ വിശ്വംഭരൗ ദ്വിജവരൗ യുഗധർമ്മപാലൗ വന്ദേ ജഗത്പ്രിയകരൗ കരുണാവതാരൗ. ജലധര ശശിവർണൗ ഗോപവേഷൗ കിശോരൗ സഹചരഗണവൃന്ദൈർക്രീഡമാണൗ ബ്രജേശൗ നടവരജിതവേഷൗ നീലപീതാംബരാഢ്യൗ ജഗതജനനഹേതൗ രാമകൃഷ്ണൗ നതോസ്മി. ഗുരുദേവ് കി ജയ്, പ്രഭുപാദ് കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നമ്മള് എല്ലാവർക്കും ഇന്നൊരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. എല്ലാവരും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മളെ പ്രഥമസ്കന്ധം 18-ാം അധ്യായം ശ്ലോകം നമ്പർ 22 എടുക്കേണ്ടത് ഇന്നത്തെ ദിവസം. ഹരേ കൃഷ്ണ. നമുക്ക് ശ്ലോകം വായിക്കാം, അത് കഴിഞ്ഞ് അതിന്റെ വിശദീകരണം. ഹരേ കൃഷ്ണ. യത്ര അനുരക്താ സഹസൈവ ധീരാ വ്യപോഹ്യദേഹാദിഷു സംഗമൂഢം വ്രജന്തി പരമഹംസ്യമന്ധ്യം യസ്മിന്നഹിംസോപശമഃ സ്വധർമ്മഃ. യത്രാനുരക്താ സഹസൈവ ധീരാ വ്യപോഹ്യദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പരം അഹംസ്യമന്ധ്യം യസ്മിന്നഹിംസോപശമഃ സ്വധർമ്മഃ.
യത്രാനുരക്താ സഹസൈവ ധീരാ യത്ര അനുരക്തഃ സഹസ ഏവ ധീരാ വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്യപോഹ്യ ദേഹ ആദിഷു സംഗമൂഢം വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പരം പരമഹംസ്യമന്ത്യം വ്യബന്തി വ്രജന്തി തത്പര തദേ പ്ലസ് പരമഹംസ്യം തത്പരമഹംസ്യം പരമഹംസ്യം അന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ വ്രജന്തി തത്പരമഹംസ്യമന്ത്യം പരമഹംസ്യം അന്ത്യം പരമഹംസമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ യത്രാനുരക്താ സഹസൈവ ധീരാ വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ. ഹരേ കൃഷ്ണ. വേർഡ്സ് ഞാൻ പറഞ്ഞു. അതിന്റെ വിവർത്തനം: ഭഗവാനുമായുള്ള ബന്ധം ദൃഢീകൃതമായ ആത്മനിയന്ത്രണമുള്ള ധീരന്മാർ വളരെ പെട്ടത് തന്നെ എല്ലാ ഭൗതിക ബന്ധനങ്ങളും അതായത് സ്ഥൂലമായ ശരീരവും സൂക്ഷ്മമായ മനസ്സും ഉൾപ്പെടെയുള്ള എല്ലാം ഉപേക്ഷിച്ച് അക്രമരാഹിത്യത്തിനും ആത്മപരിത്യാഗത്തിനും വളരെ പ്രാധാന്യമുള്ള സന്യാസ ജീവിതക്രമത്തിന്റെ പരമപരിപൂർണതയ്ക്കായി തൽക്ഷണം ഗമിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്രാനുരക്താ സഹസൈവ ധീരാ വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പരമഹംസ്യമന്ത്യം യസ്മിന്നഹിംസോപശമസ്വധർമ്മ. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഒരാളോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. യത്രാനുരക്താ സഹസൈവ ധീരാ വ്യപോഹ്യ ദേഹാദിഷു സംഗമൂഢം വ്രജന്തി തത്പരമഹംസ്യമന്ത്യം യസ്മിന്നഹംസോപശമസ്വധർമ്മഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കുന്നുണ്ടോ ആരെങ്കിലും? ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. ഹരേ കൃഷ്ണ. ഓ, വായിച്ചു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം സുശീല പ്രഭാത് കിരശീല പ്രഭാത്. ആത്മനിയന്ത്രണമുള്ളവർക്ക് മാത്രമേ പരമദിവ്യോത്തമ പുരുഷനുമായി ക്രമേണ സുദൃഢമായ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മനിയന്ത്രണം എന്നാൽ അനാവശ്യമായ അഥവാ വേണ്ടതിൽ കൂടുതൽ ഇന്ദ്രിയാസ്വാദനത്തിൽ വ്യാപൃതരാകാതിരിക്കുന്നത് എന്ന് അർത്ഥമാക്കുന്നു. ശുഷ്കമായ ദാർശനിക വീക്ഷണങ്ങൾ മനസ്സിന്റെ ചപലമായ അഥവാ കൗശലമേറിയ ഇന്ദ്രിയാസ്വാദനമാകുന്നു. ഇന്ദ്രിയാസ്വാദനം ഈ ഒരുവനെ കൂരിട്ടിലേക്ക് നയിക്കുന്നു. എന്നാൽ ആത്മനിയന്ത്രണമുള്ളവർക്ക് ഭൗതികാസ്വത്വത്തിലെ ബദ്ധജീവിതത്തിൽ നിന്നും മോക്ഷമാർഗത്തിലേക്ക് പുരോഗമിക്കുവാൻ കഴിയുന്നു. ആകയാൽ ഒരുവൻ അന്ധകാരത്തിലേക്കുള്ള പാത വെടിഞ്ഞ് ജ്ഞാനപ്രകാശത്തിന്റെ അഥവാ മോക്ഷമാർഗത്തിലേക്കുള്ള അഥവാ പരിത്രാണ പാതയിൽ മുന്നേറണമെന്ന് വേദങ്ങൾ അനുശാസിക്കുന്നു. ആത്മനിയന്ത്രണം യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത് ഇന്ദ്രിയാസ്വാദനങ്ങളിൽ നിന്നും കൃത്രിമമായി വിരമിക്കുന്നതിലൂടെയല്ല അഥവാ നിർത്തുന്നതിലൂടെയല്ല, മറിച്ച് പരമപുരുഷനെ ദൃഢമായൊരു ബന്ധം സ്ഥാപിച്ച് ഒരുവന്റെ നിഷ്കളങ്കമായ അഥവാ പരിശുദ്ധമായ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതമാക്കുന്നതിലൂടെയാണ്. ഇന്ദ്രിയങ്ങളെ ബലമായി നിയന്ത്രിക്കരുത്, മറിച്ച് അവയ്ക്ക് ഉചിതമായ കർമ്മം നൽകണം അഥവാ ഇന്ദ്രിയങ്ങളെ യഥോചിതമായ കർമ്മങ്ങളിൽ വ്യാപൃതമാക്കണം. ആകയാൽ പവിത്രമായ അഥവാ പരിഭൂതമായ ഇന്ദ്രിയങ്ങൾ സദാ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ വ്യാപൃതമായിരിക്കുന്നു. ഇന്ദ്രിയ കർമ്മങ്ങളുടെ ഈ പരിപൂർണാവസ്ഥയെ ഭക്തിയോഗം എന്ന് വിശേഷിപ്പിക്കുന്നു. ആകയാൽ ഭക്തിയോഗത്തിന്റെ ഈ സവിശേഷ വിവക്ഷയിൽ സുദൃഢമായിട്ടുള്ളവർ യഥാർത്ഥത്തിൽ ആത്മനിയന്ത്രണമുള്ളവരും വളരെ പെട്ടെന്ന് ഗൃഹസ്ഥ അഥവാ ശാരീരിക ഭൗതിക ബന്ധനങ്ങളെയും ഭഗവത് സേവനത്തിനായി ഉപേക്ഷിക്കുവാനും കഴിവുള്ളവരാകുന്നു. ഈ അവസ്ഥയെ പരമഹംസാവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. ഹംസങ്ങൾ ജലവും പാലും കലർന്ന മിശ്രത്തിൽ നിന്നും വെള്ളം ചേർത്ത പാലിൽ നിന്നും പാൽ മാത്രം പാനം ചെയ്യുന്നു. അതുപോലെ മായയുടെ സേവനത്തിന് പകരം ഭഗവത് സേവനം സ്വീകരിക്കുന്നവരെ പരമഹംസർ എന്ന് വിശേഷിപ്പിക്കുന്നു. അവർ സ്വാഭാവികമായി തന്നെ ലാളിത്യം, അഹന്തയില്ലായ്മ, പൊള്ളയായ സ്വയം ശ്രേഷ്ഠത്വഭാവമില്ലായ്മ അതായത് അഭിമാന ഗർവില്ലായ്മ, അഹിംസ, സഹനം, ശുദ്ധത, ആദരണീയത അതായത് ബഹുമാനാർഹത,
ആരാധന, ഭക്തി, ആത്മാർത്ഥത എന്നീ എല്ലാവിധ സദ്ഗുണങ്ങളും ഉള്ളവരാകുന്നു. ഈ ദൈവിക ഗുണങ്ങളെല്ലാം ഭഗവത് ഭക്തരിൽ അന്തർലീനമായി സ്ഥിതി ചെയ്യുന്നു. ഭഗവത് സേവനത്തിനായി സ്വയം പൂർണ്ണമായും ആത്മസമർപ്പണം ചെയ്ത അത്തരം പരമഹംസർ വളരെ ചുരുക്കമാണ്. മുക്താത്മാക്കളുടെ മധ്യേ പോലും അത്തരക്കാർ വളരെ ചുരുക്കമാണ്. അസൂയയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം അഥവാ അഭ്യസൂയ ഇല്ലായ്മയാണ് യഥാർത്ഥ അഹിംസ അഥവാ അക്രമരാഹിത്യം. ഈ ലോകത്തിൽ ഓരോരുത്തരും തന്റെ സഹവർത്തികളോട് അസൂയുള്ളവരാകുന്നു. എന്നാൽ പൂർണ്ണാഭിജ്ഞനായ പരമഹംസൻ പൂർണ്ണമായും ഭഗവത് സേവനത്തിൽ സ്വയം ആത്മസമർപ്പണം ചെയ്തവനാകയാൽ തികച്ചും അസൂയാരഹിതനാകുന്നു. അയാൾ ഏവരെയും ഓരോ ജീവാത്മാവിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി സ്നേഹിക്കുന്നു. ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുക, അതായത് പൂർണ്ണമായ ആശ്രിതാവസ്ഥയാണ് അഥവാ പരിപൂർണമായും അഭയം പ്രാപിക്കുകയാണ് യഥാർത്ഥ ആത്മപരിത്യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ ജീവാത്മാവും മറ്റൊന്നിനെ അഥവാ മറ്റൊരു ജീവാത്മാവിനെ ആശ്രയിച്ച് നിൽക്കുന്നു. എന്തെന്നാൽ ജീവാത്മാവ് സൃഷ്ടിക്കപ്പെട്ടത് അവിധത്തിലാകുന്നു. യഥാർത്ഥത്തിൽ ഏവനും പരമപുരുഷന്റെ കാരുണ്യത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ ഭഗവാനുമായുള്ള ബന്ധം ഒരുവൻ വിസ്മരിക്കുമ്പോൾ അയാൾ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അധീനനായിത്തീരുന്നു. ആത്മപരിത്യാഗം എന്നത് ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായ ഒരുവന്റെ ആശ്രിതാവസ്ഥയെ പരിത്യജിക്കുകയും ഭഗവത് കൃപയെ പൂർണ്ണമായും ആശ്രയിക്കുകയും ആകുന്നു. ഭൗതിക വസ്തുക്കളുടെ അഥവാ ഭൗതിക വിഷയങ്ങളുടെ ഉപാധികൾക്ക് അധീനരായി തീരാത്ത ഭഗവത് കൃപയിലുള്ള പരിപൂർണ വിശ്വാസമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പരമപുരുഷനായ ഭഗവങ്കിലേക്കുള്ള ഭക്തിയുത സേവന പ്രക്രിയയായ ഭക്തിയോഗത്തിലെ പരമമായ പരിപൂർണ അവസ്ഥയാണ് ഈ പരമഹംസാവസ്ഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമ്മള് ഇവിടെ കാണുന്നത് ഭഗവാനുമായുള്ള ബന്ധം, ദൃഢീകൃതമായ ആത്മനിയന്ത്രണമുള്ള തീരുമാനം. അപ്പൊ ഭഗവാനുമായുള്ള ബന്ധത്തില് നന്നായി ബന്ധമുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഗുരുദേവ് കി ജയ്, പ്രഭുപാദി കി ജയ്, അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് എല്ലാ ഭൗതിക ബന്ധങ്ങളും ബന്ധനങ്ങളും? നമ്മുടെ ശരീരത്തിന് തന്നെ സ്ഥൂലമായ ശരീരമുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള ശരീരമുണ്ട്. 3 വിധം ശരീരങ്ങളാണ് നമുക്ക് ഉള്ളത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം, അല്ലെ? അപ്പൊ ഈ 3 ശരീരത്തിൽ അപ്പം സ്ഥൂലമായ ശരീരമാണ് നമ്മൾ കാണുന്നത്. സൂക്ഷ്മമായ മനസ്സ്, ബുദ്ധി, ചിത്തം, ഇതൊക്കെ സൂക്ഷ്മമായിട്ടുള്ളതാണ്. പിന്നെ അതിനെല്ലാം കാരണമായി നിൽക്കുന്ന കാരണ ശരീരവും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യരെന്താണ് അഹിംസയ്ക്കും അതുപോലെ ആത്മപരിത്യാഗത്തിനും വളരെ പ്രാധാന്യമുള്ള സന്യാസ ജീവിതക്രമത്തിന്റെ പൂർണ്ണതയ്ക്കായി തക്ഷണം ഗമിക്കുന്നു. എപ്പോഴാണ്? ആത്മനിയന്ത്രണം എത്തിക്കഴിയുമ്പോൾ, നമുക്ക് ആത്മനിയന്ത്രണം കിട്ടിക്കഴിയുമ്പോൾ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, നമുക്ക് ഈ 3 ശരീരം തന്നിരിക്കുന്നു, ഭഗവാൻ തന്നിരിക്കുന്നു, നമ്മളെ പിടിച്ചു നിർത്തിയിരിക്കുന്നു, അല്ലെ? അങ്ങനെ അവര് പരമപരിപൂർണത കിട്ടുന്നതിന് വേണ്ടി പോകുന്നു. ആരാണ് പോകുന്നത് എന്നുള്ളതാണ്. നമ്മൾ 2 വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കണം. ആത്മനിയന്ത്രണം ഉള്ളവർ, ആത്മനിയന്ത്രണം, ഇന്ദ്രിയാസ്വാദനം. ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഈ ഒരു ശ്ലോകത്തിനെ അപേക്ഷിച്ച്. അപ്പൊ ആത്മനിയന്ത്രണം ആർക്കാണ് കിട്ടുക? ആത്മനിയന്ത്രണം എങ്ങനെയാണ് കിട്ടുക? അതാണ് ആദ്യമേ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്കെല്ലാവർക്കും ഇന്ദ്രിയാസ്വാദനം ഉള്ളവരാണ് കൂടുതൽ ആൾക്കാരും, അല്ലെ? അപ്പൊ ആ ഇന്ദ്രിയാസ്വാദന നിയന്ത്രണം വരുത്തണം. അപ്പൊ എന്തിനോടും നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. എന്ത് വസ്തുക്കൾ, ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് ഓരോ വസ്തുക്കളും നമ്മൾ കാണുകയോ കേൾക്കുകയോ ടച്ച് ചെയ്യുകയോ. അപ്പം ആ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മൾ കാണുന്ന വസ്തുക്കളെ നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കുകയും കണ്ണുകളിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് അതിനെ അട്രാക്ട് ചെയ്യുകയും, അങ്ങനെ അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് മാറുകയും, അത് വേണം, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്ക് ആ പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ എനിക്കത് വാങ്ങിക്കണം, എനിക്ക് നമ്മൾ ഓരോന്നും ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ കാറ് ചെറുതാണ്, ഒരു വലിയ കാറ് വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ വീട് ചെറുതാണ്, ഒരു വലിയ വീട് കണ്ടു, എനിക്ക് നല്ല വീട്, അതെനിക്കിഷ്ടമാണ്, അപ്പൊ അത് വേണം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ നമ്മള് ഇന്ദ്രിയാസ്വാദന നിയന്ത്രണമുള്ളവരെന്ത് പറയും? നിങ്ങൾക്കൊരു വീടുണ്ട്,
ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്, ഇനിയും ഒരു വീടൂടെ വാങ്ങിച്ചിട്ട് ലോൺ ഉണ്ടാക്കണ്ട, അല്ലേ? ആ രീതിയിൽ വരും. അഥവാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൂട്ടിക്കോളൂ, എന്നാലും അത് ആസ്വദിക്കാൻ പോകണ്ട എന്നുള്ളതാണ്. അപ്പം ഇന്ദ്രിയാസ്വാദന നിയന്ത്രണം ഉള്ളവർക്ക് മാത്രമേ, അപ്പൊ ഓരോന്നിലും നിയന്ത്രണം വരുമ്പോൾ നമ്മൾ അതിനോട് ഇതിനോട് നിയന്ത്രണം ഇട്ടിട്ട് എനിക്ക് അതിനപ്പുറത്തൊരു കാര്യമുണ്ട്, എനിക്ക് ഈ കാണുന്ന വസ്തുക്കളെല്ലാം, ഇപ്പം വീടോ കാറോ ലോറിയോ അല്ലെങ്കിൽ എയറോപ്ലെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, സുഖസൗകര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, അപ്പൊ ഇതിനൊക്കെ അപ്പുറത്ത് എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് എന്ത് ചെയ്യണം? ഭഗവാനുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കണം. ഞാൻ ഇതിലൊക്കെ അങ്ങ് എൻജോയ് ചെയ്ത് മുഴുകിയിരുന്നു പോയാൽ എനിക്ക് വേണ്ടിടത്തെത്താൻ കഴിയില്ല, വേണ്ട ആളുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കാനുള്ള അവസരം കിട്ടുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഇന്ദ്രിയാസ്വാദനം മേന്മയിലേക്കല്ല നയിക്കുന്നത്, കൂരിരുട്ടിലേക്കാണ് നയിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഒരു മനസ്സിലാക്കാണ് നമ്മളെ ഏറ്റവും നല്ല നിലയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ മനസ്സിലാക്കാനുള്ള മനസ്സ് നമുക്ക് വേണം, അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. അപ്പൊ അങ്ങനെ ഇന്ദ്രിയാസ്വാദനം കൂരിരുട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പൊ കാണുന്ന ഇത് മാത്രമേ ഉള്ളൂ, ഏത് സമയം വേണമെങ്കിലും ഇതെല്ലാം നഷ്ടപ്പെടാം എന്ന് കൂടി നമ്മളെ കരുതണം. അപ്പം സെൽഫ് കൺട്രോൾഡ് ആക്കി നമ്മുടെ മനസ്സിനെ എടുക്കണം, അതിന് നമ്മള് മുന്നോട്ട് വരണം, തയ്യാറാകണം. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു നമ്മളെല്ലാവരും പറയുന്നത് എന്താണ്? മോക്ഷം, അല്ലെ? ഇവിടെ ഇപ്പൊ കേരളത്തിലെ എല്ലാവരും മോക്ഷത്തെ കുറിച്ചാണ് ആഗ്രഹിക്കുന്നത്. മോക്ഷം വേണം, മോക്ഷം വേണം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒരു ആ മോക്ഷത്തിനും അപ്പുറത്തൊന്നുണ്ട്, എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? അപ്പൊ ആ ഒരു മോക്ഷ മാർഗത്തിലേക്ക് നമ്മൾ പോകുക, അവിടുന്ന് നമുക്ക് മാറിപ്പോണം. അപ്പൊ ആ മോക്ഷ മാർഗത്തിൽ എത്താൻ ഈ സെൽഫ് കൺട്രോൾഡ് അല്ലാത്തവർക്ക് സാധിക്കില്ല. സ്വയമേ കൺട്രോൾഡ് ആകുക ആദ്യം. അപ്പൊ സെൽഫ് കൺട്രോൾഡ് ആയിട്ടുള്ള അവർക്ക് മോക്ഷമാർഗത്തിൽ പുരോഗതി നേടാൻ കഴിയും. അപ്പൊ പുരോഗതി നേടിയതിനു ശേഷം ഭൗതികതയുടെ ബദ്ധ ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം. അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് മൂടി കിടക്കുകയാണ്. അപ്പൊ ആഗ്രഹങ്ങളിൽ മൂടിക്കിടക്കുന്ന നമ്മളെ അതിൽ നിന്ന് പുറത്തു വന്നാൽ നമുക്ക് മോക്ഷമാർഗത്തിലേക്ക് പുരോഗതി പ്രാപിക്കാം. അപ്പം മോക്ഷമാർഗത്തിലേക്ക് പോകണമെന്ന് പറയുന്നു. നമുക്ക് എന്തെല്ലാം മോക്ഷമാർഗങ്ങളാണുള്ളത്, എത്ര മോക്ഷങ്ങളുണ്ട് എന്നപ്പം നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാണ്, എത്ര മോക്ഷമുണ്ട്? ആർക്കെങ്കിലും പറയാമോ? മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇവിടെ പറയുന്നത് സായുജ്യമാണ്, അല്ലെ? സായുജ്യം നേടണം എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഈ മലയാള നാട്ടിലെ ഒരു പറച്ചില്. സായുജ്യത്തിന് വേണ്ടിയാണ്. യഥാർത്ഥ ഭക്തന്മാര് അത് കേൾക്കുമ്പോ തന്നെ ചെവി കൊടുക്കും, അത് വേണ്ട എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ്? വേറെ 4 മോക്ഷങ്ങളുണ്ട്. എന്തൊക്കെയാണ്? സാമീപ്യം, സാരൂപ്യം, സാലോക്യം, സാഷ്ടി. അപ്പൊ സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സാഷ്ടി നമുക്കെല്ലാം അറിയാവുന്നതാണ്. സാരൂപ്യം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അതേ രൂപം വേണമെന്നുള്ള ആഗ്രഹം വരുന്നു. സാലോക്യം എന്ന് പറയുമ്പോൾ ഭഗവാൻ താമസിക്കുന്ന അതേ ലോകത്ത് താമസിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നു, അല്ലെ? പിന്നെന്താണ്? സാമീപ്യം, ഭഗവാനോടൊപ്പം അർജുനനെ പോലെ എപ്പോഴും കൈ കൊടുത്തിട്ട് നടക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായെങ്കിൽ എന്നുള്ള ആഗ്രഹം സാമീപ്യം. സാഷ്ടിയാണെങ്കിലോ, ഭഗവാൻ എന്തുണ്ടോ, ഏറ്റവും ഹൈസ്റ്റ് ആണ്. ഭഗവാൻ എന്ത് തന്നെ ഉണ്ടോ അതെല്ലാം കൊടുക്കുന്ന അവസ്ഥ, അതേപോലെ ആക്കി തീർക്കും. ആരെയാണ് അങ്ങനെ ആക്കി തീർത്തതെന്ന് പറയാമോ? ആരെയാണ്? ഭഗവാനെ പോലെ തന്നെ ആക്കി തീർത്തല്ലോ. ആരെയാണ്? ലാസ്റ്റ് എത്രമാത്രം കഷ്ടപ്പെട്ടോ അതെല്ലാം മാറ്റിയിട്ട് എന്തെല്ലാം ഐശ്വര്യമുണ്ടോ ഭഗവാന് മറ്റൊരു ആ ഒരു ഭഗവാന്റെ ആ ദ്വാരക തന്നെയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ വീട് ദ്വാരകയിലെ കൊട്ടാരം തന്നെയാക്കി മാറ്റി, അല്ലേ? അപ്പൊ എല്ലാം കൊടുത്തു. അപ്പൊ ഭഗവാൻ ആ ഒരു മോക്ഷമാർഗത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തത് നമ്മളെ ആഗ്രഹിക്കുക എന്നുള്ള യഥാർത്ഥ ഭക്തന്മാരെ കൈവല്യം നരകായതേ, അല്ലേ? അതുകൊണ്ട് അതിനു വേണ്ടി ആഗ്രഹിക്കുകയേ ഇല്ല. നമ്മളെ ഭക്തിയോഗത്തിൽ എത്തിയവർ തീർച്ചയായും ആത്മനിയന്ത്രണമുള്ളതായിരിക്കും. നമ്മളിപ്പോ ഭക്തിയോഗത്തിലാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവുമില്ലേ? നമുക്ക് ആത്മനിയന്ത്രണമായിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പൊ നമ്മള്
ഭക്തിയോഗത്തിലേക്ക് വരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഭക്തിയോഗത്തിൽ പൂർണ്ണമായി അടിയുറച്ചിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും ആത്മനിയന്ത്രണം വന്നേനെ. അത് നമ്മൾ ആ ആത്മനിയന്ത്രണം ഉള്ളവരായിരിക്കണം. അപ്പൊ ശാരീരിക ബന്ധനങ്ങൾ ഉപയോഗിക്കണം. അത് ശരീരവുമായിട്ട് ബന്ധമുള്ളവരുണ്ട്, ബന്ധനങ്ങളും. അപ്പം ശാരീരിക ബന്ധനങ്ങൾ ഉപേക്ഷിച്ച് സർവ്വതും ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരായിത്തീരും. ആ സമയത്ത് നമ്മളാകത്തില്ല എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ ഇപ്പം ചെറുപ്പക്കാർക്കൊക്കെ ഇനി സമയമുണ്ട്. ഇപ്പൊ ഭഗവാൻ ആയുസ് കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ട്, സമയമുണ്ട്. അവർക്ക് പഠിച്ചെടുത്ത് അവർക്ക് വിശ്വാസം കൊണ്ടുവന്ന് ആ വിശ്വാസത്തിൽ കൂടി പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരം ഭഗവാൻ കൊടുക്കും. അപ്പൊ അത് അവർ ഇഷ്ടപ്പെടുകയാണ്. അല്ല, കുറെ ചെയ്തു കഴിഞ്ഞ് കുറെ ആയിക്കഴിഞ്ഞവരാണെങ്കിൽ സമയമില്ലെങ്കിലും അവർക്ക് മനസ്സിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, അടുത്ത നല്ലൊരു അതിന് തക്ക ജന്മത്തെ അത് വീട്ടിൽ അവർക്ക് ജനനം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അപ്പം ഭഗവത് സേവനത്തിനായി അപ്പൊ എന്ത് ഉപയോഗിക്കാനുള്ള മനസ്സ് അവർക്കുണ്ടായിരിക്കും. ശാരീരിക ബന്ധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് സർവ്വതും ഭഗവത് സേവനത്തിന് ഉപയോഗിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആ ഒരു അവർക്ക് ഭഗവാനെ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പ്രധാനം അതാണ്, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്. അപ്പൊ ഒരണുവാണ് വിഹുവാണെന്നൊക്കെ പറയുമ്പം എന്നാലും അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കീറി മുറിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടണം. ആ സമയത്താണ് നമ്മള് ഭഗവത് ഭക്തരായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ എത്തുമ്പോഴേക്ക് സർവ്വതും പരിത്യജിക്കാനുള്ള ഒരവസ്ഥ വരുന്നത് വളരെ വളരെ അപൂർവം പേർക്കാണ്. അങ്ങനെ വരുന്നവരെ പരമഹംസരെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കും എല്ലാം സ്വത്തും സമ്പത്തുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ഒരവസ്ഥ അത് വളരെ 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 ചുരുക്കമായിട്ടുള്ളതാണ്. ആ ഭൗതികതയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മനസ്സിനെ അങ്ങ് മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്താൻ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ അവിടെ എത്തണം. ഭൗതിക ബന്ധനങ്ങളും ഭഗവത് സേവനത്തിനായി ഉപയോഗിക്കാൻ കഴിയണം. അങ്ങനെയുള്ള കഴിവ് നേടിയ പരമഹംസരാണ് ഈ രീതിയിൽ പുരോഗതി പ്രാപിച്ച് മുന്നോട്ട് പോകുന്നത്. അയ്യോ, നമ്മൾ അതായിട്ടില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. ഒരു കാലത്ത് നമ്മളും അങ്ങനെ ആകും എന്ന് നമുക്ക് സമാശ്വസിപ്പിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മായയുടെ സേവനത്തിനെയും നമ്മൾ ഉപേക്ഷിക്കണം. പിന്നെ എന്ത് വേണം? ഭഗവാന്റെ സേവനത്തിനെയും നമ്മൾ കൈക്കൊള്ളണം. ഭഗവാന് സേവ ചെയ്യാൻ നമ്മൾ തയ്യാറായി മുന്നോട്ട് വരണം. അപ്പൊ അങ്ങനെയുള്ളവരില് ഇപ്പം മാതാജി വായിച്ചു, അഹിംസയിൽ പ്രാധാന്യം കൊടുത്തിരിക്കും, അഹന്തയില്ലാത്തവരായിരിക്കും, സഹനമുള്ളവരായിരിക്കും, ലാളിത്യമുള്ളവരായിരിക്കും, ആദരണീയത കാണിക്കും, ആരാധനാ ഭക്തി ഉണ്ടായിരിക്കും, ആത്മാർത്ഥത ഉള്ളവരും ആയിരിക്കും. അപ്പൊ അവരെല്ലാം അങ്ങനെയുള്ളവര് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഭൗതികതയിൽ നിൽക്കുന്ന നമ്മളെ എങ്ങനെയാണ് ഭഗവാനിലേക്ക് ഇങ്ങനെ അങ്ങ് എത്താൻ കഴിയുക എന്നൊരു ഡൗട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അപ്പൊ അത് എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ എത്താനുള്ള മനസ്സ് നമുക്ക് തരുന്നത് ഭഗവാൻ. ഇങ്ങനെ നമ്മുടെ പ്രവൃത്തി മൂലം നമ്മളിപ്പൊ എന്താണ്, ഏതെങ്കിലും സൗന്ദര്യമുള്ള വസ്തുക്കൾ നമ്മൾ ആകൃഷ്ടരാകും. ചിലര് ചില കാര്യങ്ങളിലൊക്കെ അങ്ങ് എന്റേതെന്ന് മുറുകെ പിടിച്ചുകൊണ്ട് എന്റേതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ധനുദാസിന്റെ കഥ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എന്റെ ഭാര്യയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ, അവളുടെ കണ്ണുകളോളം മനോഹരമായ ഒരു കണ്ണ് ലോകത്തിൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞിരുന്ന ധനുദാസിനെ ആചാര്യൻ എന്ത് ചെയ്തു? ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ള കണ്ണ് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. അയാളുടെ ആ രീതി കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ട് ചോദിച്ചു, ഞാൻ കാണിച്ചു തരട്ടെ, നീ ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി നീ അവളുടെ കണ്ണുകൾ എന്തെങ്കിൽ യഥാർത്ഥമായ ഒന്നിലേക്ക് നിന്റെ മനസ്സിനെ പോയാൽ നീ എവിടെ എത്താം? അപ്പം പറഞ്ഞു, ഞാൻ നാളെ രാവിലെ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അങ്ങനെ ധനദാസ്, എല്ലാവർക്കും കഥ അറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, അവിടെ എന്ത് ചെയ്യും? അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ കണ്ണുകൾ കാണിച്ചു കൊടുത്തു. ആ ആചാര്യന്റെ ആഗ്രഹപ്രകാരം ഭഗവാൻ വളരെ മോഹിതനായി നിന്നിരുന്നു ആ കണ്ണുകൾ കണ്ടപ്പോൾ. അപ്പോൾ മനസ്സിലായി എന്താണ്, ഭഗവാൻ കൂടി മോഹിപ്പിച്ചു അയാളെ. കാരണം കണ്ണുകൾ യഥാർത്ഥമായിട്ടുള്ള ആ കണ്ണുകളുടെ ഭംഗി,
അവിടെ കണ്ടു. ആ ഭഗവാനിൽ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി, എൻ്റെ ഈ കാണുന്ന ഭൗതികമായ കണ്ണിനേക്കാൾ എത്രയോ മനോഹരമായിട്ടുള്ളതാണ് ഭഗവാന്റെ കണ്ണുകളെന്ന് മനസ്സിലാകുകയും ആ ഭഗവത് സേവയ്ക്കായി അയാൾ മാറുന്നതായിട്ടുമുള്ള, അതങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ മാറുന്നതായിട്ടുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അപ്പൊ ഭഗവാന്റെ ഗുണം, ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിനോടും താല്പര്യം വരികയില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. നമുക്കിന്നറിയാം സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാനെ, സന്ധിനി, സംവിത്ത്, ഹ്ലാദിനി, ഇതൊക്കെയാണ് ഭഗവാന്റെ പ്രത്യേകതകൾ. ഭഗവാൻ ഇങ്ങനെ അവിടെ എന്താണ് ഗോലോക വൃന്ദാവനത്തിൽ കഴിയുന്നു, ഭഗവാന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത് വിശദമായിട്ട് പറയാൻ അറിയാം, കാരണം കുറേ പഠിച്ചു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കതൊക്കെ വിശദമായിട്ട്, പക്ഷേ ആ പറഞ്ഞുകൊണ്ടാകുന്നില്ലല്ലോ. ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സ് എത്തണ്ടേ, അതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ അതിനെ മനസ്സിലാക്കാൻ പണ്ടും ഇതുപോലെ എല്ലാവർക്കും ഒന്നും കഴിയില്ല. സനൽകുമാരന്മാരെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരത്തിൽ ഒന്നായിട്ടാണ് നമ്മൾ സനകാദികളെ പഠിച്ചല്ലോ അല്ലെ. സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഇവർ 4 പേരും സഞ്ചരിക്കുന്നവരാണ്. ബ്രഹ്മാവ് സൃഷ്ടിയിലൊന്നും അവർക്ക് താല്പര്യമില്ല. അവരിങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തില് അവര് തന്റെ പിതാവിന്റെ അടുത്തിട്ട് വന്നിട്ട് പിതാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പം അവിടെ അങ്ങനെ അവര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അവർക്ക് ഒരു ഡൗട്ട് തോന്നി. അവർ വന്ന് തങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു. അപ്പം പിതാവിനോട് ചോദിച്ചു, അപ്പം എന്താണ് ഈ യോഗത്തിന്റെ പരമലക്ഷ്യം എന്താണ്? ഭക്തിയോഗത്തിന്റെ അതിന്റെ പരമലക്ഷ്യം എന്താണ്? എങ്ങനെയാണ് അത് സ്വീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് അവിടേക്ക് നമുക്ക് എത്താൻ കഴിയുക? ഇതൊന്ന് പറഞ്ഞു തരണേ എന്ന് തങ്ങളുടെ പിതാവിനോട് ചോദിച്ചു. അപ്പം ഇന്ദ്രിയ വസ്തുക്കളും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് യഥാർത്ഥമായി ചോദിക്കുന്നത്. ഇന്ദ്രിയ വസ്തുക്കളും മനസ്സും തമ്മിലുള്ള ബന്ധം, അപ്പൊ അത് എങ്ങനെ മാറ്റാൻ കഴിയും എന്നാണ് പിതാവിനോട് ചോദിക്കുന്നത്. അപ്പം ബ്രഹ്മാവിന്റെ ജോലി എന്താണ്? സൃഷ്ടിയാണ് അല്ലെ. ആ സമയത്ത് സൃഷ്ടി പുരോഗതി പ്രാപിക്കാൻ പ്രയാസമായിട്ട് ആ സൃഷ്ടി നടത്തുന്നതിൽ ബദ്ധശ്രദ്ധനായിരിക്കുകയായിരുന്നു ആര്? ബ്രഹ്മാവ്. ആ സമയത്ത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊന്നും തെളിഞ്ഞു വന്നില്ല. അപ്പൊ തെളിഞ്ഞു വരാഞ്ഞത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവാണ് ആര്? ഭഗവാൻ. അപ്പൊ ഭഗവാൻ പിതാവായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഇതും ലക്ഷ്മി ദേവി ഉണ്ടായിട്ട് പോലും ഭഗവാന്റെ സ്വന്തം പിതാവായിട്ടാണ് ആര് വരുന്നത്? ഭഗവാന്റെ സ്വന്തം മകനായിട്ടാണ് ബ്രഹ്മാവ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഭഗവാൻ സൃഷ്ടിച്ച സർഗത്തിൽ 2 കാര്യങ്ങളാണ് സൃഷ്ടിച്ചത്. എന്തൊക്കെയാണെന്ന് പറയാമോ? സർഗത്തിലെ ഒന്ന് ബ്രഹ്മാവതിയം പറഞ്ഞു, രണ്ടാമത് താമരപ്പൂവൻ. എല്ലാവരും താമരയിലാണല്ലോ ബ്രഹ്മാവ് പൂജാതനായത്. അപ്പൊ ആ താമരയ്ക്ക് ഇത്രയും പ്രാധാന്യം. നമപങ്കജനാഭായ നമപങ്കജമാലിനേ നമപങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. അപ്പൊ ഭഗവാനെ കുറിച്ച് എവിടെ പറഞ്ഞാലും എന്തെങ്കിലും ഒരു വാക്ക് താമരയോടുകൂടി ബന്ധപ്പെടുത്തി പറയും. അപ്പം വേറെ ഒന്നിനെയും നമ്മൾ എത്ര മനോഹരമായ പൂക്കൾ ഉണ്ടെങ്കിലും നമ്മൾ വേറെ ഒന്നിനെയും ഈ ഭഗവാന്റെ ഇതിനോട് ചേർത്ത് പറയാറില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ സൃഷ്ടി ഭഗവാനാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം, ബ്രഹ്മാവ് ഭഗവാന്റെ സ്വന്തം മകനാണ്. അതുകൊണ്ട് ബ്രഹ്മാവ് വിചാരിച്ചപ്പോ തന്നെ, എന്ന് വെച്ചാൽ എല്ലാവിധ ഡ്യൂട്ടീസും ബ്രഹ്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് സൃഷ്ടി പുരോഗതി പ്രാപിപ്പിക്കണമെങ്കിൽ എത്രമാത്രം ആദ്യം വന്നവരൊക്കെയും സൃഷ്ടി വയ്യ എന്നും പറഞ്ഞിറങ്ങി പോകുന്നു. രുദ്രന്റെ ഭാവം ഒരു ഭാവത്ത് ഇല്ലേ. അപ്പൊ ആ സനകാദികൾ ഇങ്ങനെ പോയി. അപ്പൊ ആരും സൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കാതെ വന്നപ്പോ സൃഷ്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ബ്രഹ്മാവിന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടെന്ന് ഭഗവാന് തന്നെ അറിയാം. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഉടനെ തന്നെ അദ്ദേഹം എന്ത് വിചാരിച്ചു? ബ്രഹ്മ വിചാരിച്ചപ്പോ തന്നെ ഭഗവാൻ ഒരു ഹംസത്തിന്റെ രൂപം എടുത്തുകൊണ്ട് വരുന്നു. ഹംസമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നു. അപ്പൊ ആ ഹംസത്തോടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് ആര്? ഈ സനകാദികൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലെല്ലാം മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, അതിനെ എങ്ങനെ വേർപെടുത്തിയെടുക്കുക, മനസ്സിനെയും ഇന്ദ്രിയത്തെയും നമ്മുടെ ചിന്താശക്തിയിൽ നിന്ന് എങ്ങനെ വേർപെടുത്തിയെടുക്കാൻ കഴിയും, അങ്ങനെ
ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുന്നതായിട്ട് ബ്രഹ്മാവിന് ദർശനം നൽകുകയും ഹംസ ഭഗവാൻ മുനിമാരുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയും ചെയ്യുന്നു. ഇത് നമുക്ക് ഭാഗവതത്തിലെ എന്താണ് ഉദ്ധവഗീത എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഉദ്ധവകൃഷ്ണ സംവാദത്തിൽ ഉള്ളതാണ്. ഉദ്ധവർ എന്ന് പറയുന്നത് നിത്യസിദ്ധ ഭക്തനായിരുന്നല്ലോ. ആ നിത്യസിദ്ധ ഭക്തനോട് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണിത്. അപ്പൊ അങ്ങനെ എന്താണ്, ആ ഒരു പാല് ചേർത്ത വെള്ളവും പാലും ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് പാല് മാത്രം കുടിക്കാനുള്ള കഴിവ് ഹംസത്തിനുള്ളതോ. അപ്പൊ അതുകൊണ്ടാണ് ഹംസാവതാരം എടുത്തവിടെ ഭഗവാൻ വന്നിട്ട് ഈ ഇന്ദ്രിയങ്ങളും ഈ റിലേറ്റഡ് ആയിട്ടുള്ള സൃഷ്ടി വസ്തുക്കളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ നിന്നെല്ലാം ഓരോന്നിനെയും മാറ്റി മാറ്റി ഭക്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിയും, മനസ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ ചെയ്തത്. ഹംസ ഭഗവാനാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് എന്നാണ്. ദൈവിക ഗുണങ്ങളെല്ലാം ഭക്തരിൽ അന്തർലീനമാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ മുക്താത്മാക്കളുണ്ട്, ബദ്ധാത്മാക്കളുണ്ട്, ഭഗവത് പാർഷദരുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്ന എല്ലാവർക്കും അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും. മുക്താത്മാക്കൾ ആരാണ്, ബദ്ധാത്മാക്കൾ ആരാണ്, അതുപോലെ പാർഷദന്മാരാരാണ്. അപ്പൊ ഇതല്ലേ മുക്താത്മാക്കളിലും ഭഗവത് സേവനത്തിനായി പൂർണ്ണമായി സമർപ്പണം ചെയ്തവർ വളരെ കുറവാണ് എന്നുള്ളതാണ് പറയുന്നത്. ആത്മാവാണ് എന്ന് പറഞ്ഞാലും സ്വയം ഈ പൂർണ്ണമായിട്ട് സമർപ്പണം ചെയ്തവർ വളരെ കുറവാണ് എന്നാണ് പറയുക. പിന്നെ അപ്പൊ അതുകൊണ്ട് പറയും അഥ ശ്രീകൃഷ്ണനാമാദി എന്താണ് നഭവേദ്ഗ്രാഹ്യം ഇന്ദ്രിയൈഹി സേവോന്മുഖേ ജിഹ്വാദൗ സ്വയമേവ സ്ഫുരതി അഥ എന്ന് പറയും അല്ലെ. സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയാനാവില്ല. സ്നേഹപൂർവം നമ്മൾ ഇപ്പൊ ഹംസ ഭഗവാൻ പറഞ്ഞു കൊടുത്തതുപോലെ സ്നേഹപൂർവം നമ്മൾ എന്ത് ചെയ്യണം, ഭക്തിയുത സേവനം ചെയ്യുന്നവരിൽ കൃപ തോന്നി ഭഗവാൻ സ്വയം വെളിപ്പെടുമെന്നാണ്. സേവോന്മുഖേഹി ജിഹ്വാദൗ സ്വയമേവ സ്ഫുരതി അത. അങ്ങനെ പ്രത്യക്ഷപ്പെടുമെന്ന് ഭക്തിരസാമൃത സിന്ധു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അങ്ങനെ ആ ഭക്തിയിലേക്ക് എത്തുമ്പോൾ ഭക്തന്മാരാണ് എൻ്റെ ഹൃദയത്തിൽ സദാ വാഴുന്നത്. ഭക്തന്മാരെ ഒഴിച്ചെനിക്ക് മറ്റൊന്നിനും അറിഞ്ഞുകൂടാ. ഭക്തന്മാർക്ക് എന്നെ കൊഴിഞ്ഞ് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തുഹം മതന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി എന്ന് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ വാഴുന്നവര് ഭക്തന്മാരാണ്. ആ ഭക്തന്മാർക്കും അവരുടെ ഹൃദയത്തിൽ മറ്റൊന്നുമില്ല, ഞാൻ മാത്രമാണ് ഉള്ളത് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ ആ ഭഗവാൻ അഖില രസാമൂർത്തിയാണ്, അഖില രസങ്ങളുടെയും മൂർത്തിയാണ് ഭഗവാൻ. എല്ലാ രസങ്ങളും അപ്പം ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം ഭഗവാനാണ് രസങ്ങളുടെ എല്ലാം കർത്താവ്. പക്ഷെ ആ രസങ്ങളെ മോഹിപ്പിക്കരുത് ഭഗവാൻ. കർത്താവിനെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കണം, രസങ്ങളുടെ പുറകെ പായരുത് എന്നുള്ളതാണ്. അപ്പം അതുപോലെ രസവും രാസവും ഉണ്ട്. രാസം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ഭഗവാന് ഭക്തന്റെ സേവ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ഭക്തസേവ ഭഗവാൻ ഇഷ്ടപ്പെടുന്നതിനെയാണ് രാസമെന്ന് പറയുന്നത്. രാസവും രസവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പം ഭക്തിഭാവത്തിൽ ഹൃദയത്തെ സോഫ്റ്റാക്കി ഭഗവത് സ്നേഹം നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഭക്തി ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയത്തെ ഭക്തിഭാവത്തിലാക്കിയിട്ട് ഭഗവാനോടുള്ള സ്നേഹം ഉണ്ടാകണം. അയ്യോ, ഞാൻ എൻ്റെ ഭഗവാന് രാവിലെ എഴുന്നേറ്റ് അഭിഷേകം ചെയ്തില്ലെങ്കിൽ ഭഗവാൻ ഇന്നിപ്പോ ഇപ്പൊ മഴ പെയ്തു, എന്നാലും ചൂട് സമയമാണല്ലോ, അതുകൊണ്ട് എന്താണ് ഭഗവാനെ എങ്ങനെയെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ ചന്ദനത്തിൽ കുളിപ്പിക്കുക, ചന്ദനം തേക്കുക, എന്തെല്ലാം ഭക്തന്മാർ എന്തെല്ലാമാണ് ഭഗവാൻ വേണ്ടി ചെയ്യുന്നത്. ഭക്തിഭാവത്തിൽ ചെയ്യാൻ പഠിക്കണം. ഭഗവത് സ്നേഹത്തിൽ ഒരു പൊസസീവ്നെസ് ഉണ്ട്. എൻ്റെ കൃഷ്ണൻ ത്വദീയ ഭക്തി. അപ്പൊ എൻ്റെ കൃഷ്ണൻ ആ ഒരു മമതാഭക്തിയുമുണ്ട്, തദീയ ഭക്തിയുമുണ്ട് അല്ലെ. എൻ്റെ കൃഷ്ണൻ എന്ന ഭാവം, കൃഷ്ണന് ഞാനല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ഭാവം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭക്തി ഭഗവത് സ്നേഹത്തിൽ ആ പൊസസീവ്നെസ് ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ഭഗവാനോടുള്ള പ്രേമത്തിലെത്തി എന്ന് പറയാം. നമുക്ക് വേറെ ആരും വേണ്ട, എനിക്ക് ഭഗവാൻ മാത്രം മതി എന്ന് കരുതിയ ഭക്തന്മാര് ഒരുപാടുണ്ട്. നമുക്ക് ആരെയൊക്കെ എക്സാമ്പിൾ പറയാൻ കഴിയും? നമുക്ക് പ്രഹ്ലാദനെ അല്ലെ,
ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ ഉദ്ധവര്, അതുപോലെ നാരദര്, പിന്നെ ഭീഷ്മര് ഒക്കെ എന്താണ്, എനിക്ക് ഭഗവാൻ മാത്രം മതി, സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഹൃഷീകേണ ഹൃഷീകേശ സേവനം ഭക്തിരുച്യതേ. അപ്പൊ നമ്മുടെ ഹൃഷീകേശനെ അത് തന്നിട്ടുള്ള ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഹൃഷീകേശ സേവനം, ആ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ നാഥനെ സേവിക്കണം, സർവോപാധി വിനിർമുക്തം. അപ്പൊ എങ്ങനെ സേവിക്കണം? തത്പരത്വേന നിർമ്മലം. അങ്ങനെ നമ്മളെ എന്ത് ചെയ്യണം? ഭഗവാനെ കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കാൻ നോക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മാറ്റി വെച്ചതിന് ശേഷം അതുണ്ട്, അത് നമ്മൾ ഭൗതികതയിലാകുമ്പോൾ എല്ലാത്തിലും എല്ലാം നമുക്ക് ആവശ്യമാണ്. ഭൗതികതയിൽ നിന്നുകൊണ്ടേ നമുക്ക് ആത്മീയതയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. നമുക്ക് നിൽക്കാനൊരു സ്ഥലം വേണം. ശൂന്യാകാശത്തിൽ നിന്നുകൊണ്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ ഭൗതികതയിൽ നിന്നുകൊണ്ട് ഭഗവാനെ സേവിക്കാൻ പഠിക്കുക. ഭൗതികത എന്താണെന്ന് മനസ്സിലാക്കുക, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം എന്താണ്, നമ്മൾ ആരാണ്? ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, കൃഷ്ണനെ തന്നെ വിളിച്ചാൽ മതിയോ? ബാക്കി എല്ലാവരെയും വിളിക്കണ്ടേ? എല്ലാവരുടെയും ക്ഷേത്രങ്ങൾ തന്നിരിക്കുന്നത് എന്തിനാണ്? അപ്പൊ ആ ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിൽ ദോഷമുണ്ടോ എന്നൊക്കെയുള്ള ചിന്താഗതിയുണ്ട്. അതുപോലെ വിളിച്ചാൽ ദോഷമുണ്ടോ? ഇല്ല. നമുക്ക് ആരെ വേണേലും റെസ്പെക്ട് ചെയ്യാം, പക്ഷേ നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നെ ആയിക്കോളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ആരെ റെസ്പെക്ട്, ഒരു ദേവതകളെ റെസ്പെക്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ എന്താണ്, ഭഗവാൻ അവരെയൊക്കെ ആദരവ് കൊടുക്കുക, പക്ഷെ ആരാധിക്കുന്നത് ഭഗവാനെ ആയിരിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട്? ഭഗവാൻ അതെ പ്രത്യേകം പറയുന്നുണ്ട് ശ്ലോകം, യഥാതരോർമൂല നിഷേചനേന തൃപ്യന്തി തസ്കന്ധ ഭുജോപശാഖ പ്രാണോഭാരാശ്ചേന്ദ്രിയാണം തദൈവ സർവാർഹണമച്യുതേദ്യ. അതെന്റെ ഒരു മരത്തിന്റെയോ ഒരു ചെടിയുടെയോ കൊമ്പുകളൊക്കെ നന്നായി നനയ്ക്കുന്നത് കൊണ്ട് കൊമ്പും ഇലകളും ഒരു തൃപ്തി ഉണ്ടാകുന്നു. എന്താണ്? ചെവിട്ടിക്കൊണ്ട് വെള്ളമൊഴിക്കുമ്പോഴും വളമിടുമ്പോഴും ആ ചെടി വളരുന്നു, വളരെ നല്ലതായിട്ട് കൊമ്പുകൾ വളർന്നു വരുന്നു, നല്ല ചെടി വികസിച്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൽ പറയുന്ന എന്താണ്, നമ്മൾ ആഹാരം കൊണ്ട് നമ്മൾ കൈക്ക് കൊടുക്കുവോ, കാലിന് കൊടുക്കുവോ, മുട്ടിന് കൊടുക്കുവോ, തലയ്ക്ക് കൊടുക്കുവോ, അല്ലെങ്കിൽ തോളിന് കൊടുക്കുവോ ഒന്നും ചെയ്യുന്നില്ല, ഇല്ലേ? നമ്മൾ വയറ്റിലേക്കാണ് ആഹാരം ഇടുന്നത്. അങ്ങനെ ആ വയറ്റിലേക്ക് ആഹാരം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സർവ്വ അംഗങ്ങളും പുഷ്ടി പ്രാപിക്കുന്നത് പോലെ, മരക്കൊമ്പുകൾ അതിന്റെ ചെവിട്ടിൽ ജലമൊഴിച്ചാൽ പുഷ്ടിപ്പെടുന്നത് പോലെ ഭഗവാനെ നമ്മൾ ആരാധിച്ചാൽ, ആരാധനയും പിന്നെന്താണ്, ആ ആരാധന എന്ന് പറയുന്നതിനെ നമ്മൾ സ്നേഹത്തിൽ നിന്ന് മാറ്റിട്ട് സ്നേഹവും ആരാധനയുണ്ട്. അപ്പം ഭഗവാൻ എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുന്നു. ദേവന്മാരെല്ലാം വലിയവരാണ്, എല്ലാവരും നമ്മളെ കൂടെ അല്ലേ, അവരൊക്കെ നമ്മളെക്കാൾ എത്രയോ കഴിവുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ ചവിട്ടിക്കളയുന്നില്ല, എല്ലാവരും ഉണ്ട് എന്നുള്ളത് ശരിയാണ്. അവരെയൊക്കെ നമ്മൾ ആരാധിക്കും. പക്ഷേ ഭഗവാനെ മാത്രം യഥാർത്ഥ വർഷിപ്പാരിലായിരിക്കണം, ഭഗവാനിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ആ ശ്ലോകം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഡൗട്ട് നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഹൃഷീകേശനെ നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭക്തി അഥവാ നമുക്ക് ആ പ്രേമം ഭഗവാനോട് കിട്ടും എന്നുള്ളതാണ്. എങ്ങനെയാണ് 1857 പറഞ്ഞു തരുന്നു എങ്ങനെയാണ് സേവിക്കേണ്ടത്. ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗം ഉപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. അപ്പൊ ഞാൻ ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ. അപ്പൊ സർവ്വത്തിലും എന്നെ ആശ്രയിച്ചോളാൻ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, അല്ലെ? സർവകർമാണി, സർവകർമ്മങ്ങളിലും. ആരോടെ പറഞ്ഞു കൊടുക്കുക ഇത്? ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിർത്താൻ പോവുകയാണ്, അല്ലെ? അപ്പൊ ആ സമയത്താണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ. വേറൊന്നുമില്ലാത്ത പോലെ എന്ത് ചെയ്യണം? സർവ്വത്തിലും എന്നെ ആശ്രയിക്കൂ, എന്റെ സംരക്ഷണത്തിൽ നീ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊള്ളൂ. അപ്പം സംരക്ഷണത്തിൽ വേണം നീ പ്രവർത്തിക്കേണ്ടത്. എന്നെ പറ്റിയുള്ള പൂർണ്ണ ബോധത്തോടെ വേണം ഭക്തിയുത സേവനം ചെയ്യാൻ. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
എന്നെ അറിഞ്ഞുകൊണ്ട് നീ ഭക്തിയുത സേവനം ചെയ്യൂ. അല്ലാതെ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞ് എന്തും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ആർക്കാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഭക്തിയുത സേവനം ചെയ്യണം. അതാണ് ഭക്തിയുത സേവനം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നീടാണ് 1866 എങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു തരുന്നത് അല്ലെ. മന്മന 65 പറയുന്നു ഇല്ലേ, മന്മനാഭവ മത്ഭക്തോ മത്യാജി മാം നമസ്കുരു മാമേ വൈശ്യസ സത്യന്തേ പ്രിയോസിനെ. പിന്നെ പറയുന്നു സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അല്ലെ. അപ്പൊ അതിനു മുമ്പെയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മളെ പ്രത്യേകം ശ്രദ്ധിക്കണം. സർവകർമ്മങ്ങളിലും എന്നെ ആശ്രയിക്കൂ. സർവകർമാണ്യഭി സദാ കുർവാണോ മദ്യഭാശ്രയ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം എന്നാണ് പറയുന്നത്. എന്ത് പ്രവൃത്തി ചെയ്യുന്നവനും എന്നെ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് പ്രാധാന്യം തന്നെയുണ്ട്. എങ്ങനെ പറഞ്ഞു തരണം? എന്റെ സംരക്ഷണം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, എന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അങ്ങനെ സംരക്ഷണത്തിൽ അങ്ങനെയുള്ളവൻ തീർച്ചയായും എൻ്റെ അടുത്ത്. അവന് വേറൊരു വിചാരം, ഞാൻ ചെയ്യുന്നതെല്ലാം എന്താണ് ആ ഭഗവാന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ള ഉറപ്പോടുകൂടി. അപ്പൊ നമ്മളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുമ്പോഴും നരസിംഹസ്തോത്രം പറയും അല്ലെ, ഭഗവാനെ ഓർത്തുകൊണ്ട് ഇറങ്ങും. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു ബ്രോഡ് മൈൻഡായിട്ടാണ്. നമ്മൾ ഉറച്ച മനസ്സോടല്ല. നമ്മളിപ്പൊ ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ ഭഗവാനെ ഓർത്തുകൊണ്ട് ഇറങ്ങും, നരസിംഹസ്തോത്രം പറയും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ പൂർണ്ണ ബോധത്തോടു കൂടി വേണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്റെ കാരുണ്യത്തെയും എന്റെ സംരക്ഷണത്തെയും നിങ്ങൾ ആശ്രയിച്ചുകൊള്ളൂ. ഞാൻ എങ്ങനെയാണ്? ന്യായം ആത്മപ്രവചനേന ലഭ്യോ നമേതസ ന ബഹുനാശ്രുതേന യം ഏവൈഷ പ്രണതേന ലഭ്യ തസ്യേഷാത്മാ വൃണതേ സ്യാം. അപ്പൊ എങ്ങനെയാണ്? വ്യാഖ്യാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ശ്രവണം കൊണ്ടോ? ശ്രവണമൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതുകൊണ്ടൊക്കെ ഞാൻ നിന്നിൽ അടങ്ങി വരുമെന്ന് വിചാരിക്കണ്ട. ഇതുകൊണ്ട് ഒന്നും തന്നെ ഭഗവാനെ പൂർണ്ണമായി നമുക്ക് കിട്ടത്തില്ല. ഇതൊക്കെയും എന്താണ്? ശ്രവണം വേണ്ട വിധത്തിൽ ശ്രവിക്കണം. അതിനും മാർഗമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ വ്യാഖ്യാനം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും എന്നെ നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട. പക്ഷേ ഞാൻ തിരഞ്ഞെടുക്കുന്നവർ എന്ന് വെച്ചാൽ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? എന്നോട് എങ്ങനെയാണോ ഒരു ഭക്തൻ പെരുമാറുന്നത് അതേ രീതിയിലായിരിക്കും ഞാൻ അവന് കൊടുക്കുന്ന സ്ഥാനം. അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് എന്താണ്? മഹാപ്രഭു പറഞ്ഞു തന്നു അല്ലേ, യാരേ ദേഖ താരേഖ കൃഷ്ണ ഉപദേശ. എങ്ങോട്ട് പോയാലും കൃഷ്ണ ഉപദേശം നിങ്ങൾ ആരോടും കാണുന്നുണ്ടൊക്കെ പറയാൻ ശ്രമിക്കണം. കേന പ്രകാരേണ എങ്ങനെയായിരിക്കണം? മനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. കേന ഏത് രീതിയിലായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കണം. ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ആ അഹിംസയും അക്രമരാഹിത്യവും അതൊന്നും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ്? പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ഗോസ്വാമിമാരൊക്കെ അല്ലെ, പ്രത്യേകിച്ച് സനാതന ഗോസ്വാമി. വൈഷ്ണവ മുഖോദ്ഗീർണം വൈഷ്ണവ മുഖോദ്ഗീർണം പൂതം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർവോച്ഛിഷ്ടം യഥായ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അവൈഷ്ണവ മുഖോദ്ഗീർണം, നമ്മൾ കേൾക്കുന്നു. ശ്രവണം നല്ലതാണ് എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. പക്ഷെ ആ കേൾക്കുന്നത് എന്താണ് എന്ന് നമ്മളെ ശ്രദ്ധിക്കണം. ശ്രവണം നല്ലത്, പക്ഷെ കേൾക്കുന്ന ആരുടെ മുഖത്ത് നിന്ന് കേൾക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. എന്താ അതിന്റെ അർത്ഥം? നമ്മളെ നല്ല പാല് നമുക്ക് ശരീരത്തിന് നല്ലതായിരിക്കാം. ഒരു ഗ്ലാസ് പാൽ എടുത്തു വെച്ചു, അതിനകത്ത് ഒരു തുള്ളി വിഷം കലർന്നു പോയി. അത് കുടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മരിക്കയില്ലേ? അപ്പൊ അതുകൊണ്ട് അതുപോലെയാണ് നമ്മുടെ ഈ ഭാഗവതകഥയോ അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളോ നമ്മളൊരു അവൈഷ്ണവനിൽ നിന്നാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും അത് നമ്മൾക്ക് നാശത്തിന് കാരണം, നമ്മുടെ ചിന്താഗതിയെ നശിപ്പിക്കുന്ന വെച്ചാൽ നമ്മുടെ നാശമല്ല, നമ്മുടെ ചിന്താഗതിയെ നശിപ്പിക്കുന്നതിന് കാരണമായി മാറുമെന്നാണ്. അതുകൊണ്ട് ഏനകേന പ്രകാരേണ എന്ന് ഞാൻ പറഞ്ഞു എന്ന് കരുതി ആ ഏനകേന പ്രകാരണയിൽ നമ്മളത് എങ്ങനെയുള്ളവരിൽ നിന്നാണ് കേൾക്കുന്നത് എന്ന് നമ്മളെ പ്രത്യേകം ഓർത്തിട്ട് വേണം കേൾക്കാനായിട്ട്. നമുക്കറിയാം ധ്രുവന് എന്താണ്, മധുവനത്തിൽ പോയി ധ്യാനം ചെയ്തു അല്ലേ. അപ്പം എങ്ങനെയെല്ലാം
തിരിച്ചു വിടാനായിട്ട് ശ്രമിച്ചു. ആരെ? നാരദമുനി. പോയോ? ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? എനിക്ക് എന്റെ മാർഗം പറഞ്ഞു തരാമെങ്കിൽ പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട് നോക്കിക്കോളാമെന്ന് പറഞ്ഞു, അല്ലെ? അതുപോലെ ഓരോരുത്തരും പ്രഹ്ലാദ മഹാരാജാവ് എന്താ? മതിർന്ന കൃഷ്ണേ, ഇല്ലേ? അപ്പൊ പഹതസ്വധോവ അത് പ്രഹ്ലാദന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. ആദ്യം തൊട്ടേ അങ്ങ് ഉറപ്പിച്ചു വെച്ചു. ആദ്യം തന്നെ ധ്രുവനാണെങ്കിൽ പിന്നീടാണ്, അല്ലെ? അതുപോലെ നമുക്കറിയാം അംബരീഷിന് മഹാരാജാവ് ചക്രവർത്തിയാണ്. അദ്ദേഹം നമ്മൾക്ക് തോന്നുന്ന ഇതൊക്കെ പറയാൻ എളുപ്പമാ, നമുക്ക് നടത്താൻ പറ്റുമോ? നമ്മുടെ വീടില്ലേ, നമ്മുടെ ഓഫീസില്ലേ, ജോലിയില്ലേ, ഇതൊക്കെ നമുക്ക് തോന്നുന്നു. പക്ഷെ ഒരു ചക്രവർത്തിയായിരുന്ന ആ അംബരീഷൻ എങ്ങനെയായിരുന്നു? മുഴുവൻ ഇന്ദ്രിയങ്ങളെയും എന്ന് ആ ഒരു ഭഗവാനിൽ ലയിപ്പിച്ചുകൊണ്ട് സവൈമന കൃഷ്ണപദാരവിന്ദയോർ വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ. മനസ്സിനെ അങ്ങ് ഭഗവാനിലാക്കി, അല്ലെ? അപ്പം സവൈമന കൃഷ്ണ പദാരവിന്ദയോർ, ഭഗവാന്റെ ആ പാദപത്മങ്ങളിലാക്കി. വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, വാക്കുകളോ വൈകുണ്ഠന്റെ ഗുണങ്ങളെ വർദ്ധിപ്പിക്കാൻ, സോറി, വൈകുണ്ഠന്റെ ഗുണങ്ങളെ പറയാൻ മാത്രമാക്കി മാറ്റി. വജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു, കരങ്ങളോ ഭഗവാന്റെ ക്ഷേത്രം വൃത്തിയാക്കുന്നതിലും ഭഗവാന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഏർപ്പെട്ടു. എന്ന് വിചാരിച്ച് മറ്റൊന്നും അദ്ദേഹം ചെയ്തില്ലെന്നാണോ ഒരു ചക്രവർത്തി? അതാണ്. അപ്പൊ ചെയ്തു, പക്ഷെ അതെല്ലാം എങ്ങനെ ചെയ്തു? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഭഗവത് ചിന്തയോടുകൂടി ഓരോന്നും ചെയ്യുമ്പോഴും, ചക്രവർത്തിയുടെ റോളിൽ ചക്രവർത്തിയുടെ കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല, ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത്. കരോഹരേർ മന്ദിരം അർജനാദിഷു, ശ്രുതിമോ കേൾവിയോ ചകാരാച്യുത സത്കഥോദയേ. പിന്നെ കണ്ണുകളോ മുകുന്ദലിംഗാലേ ദർശനേ ദൃശവും, തന്റെ ജനങ്ങളെ കാണുമ്പോൾ ആരെ കാണുന്നതിന് തുല്യമായി കരുതി? മുകുന്ദനെ കാണുന്നത് പോലെ. മുകുന്ദലിംഗാലേ ദർശനേ ദൃശവും. പിന്നെ ശരീരം എന്താണ്? പ്രത്യഗാത്ര സ്പർശേംഗ സംഗമം. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെയും അത് മൊത്തം പറഞ്ഞാൽ കുറെ സമയം എടുക്കും. അപ്പൊ അതങ്ങനെ ആ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന് വേണ്ടി പ്രവർത്തിപ്പിച്ചു എന്ന് വെച്ചാൽ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന് വേണ്ടി ചെയ്തു അദ്ദേഹം. അപ്പൊ അങ്ങനെയുള്ള ഒരിതാണ് നമ്മൾ അവിടെ അംബരീഷനിൽ കണ്ടത്. ആ ചക്രവർത്തി ആയിട്ട് പോലും എന്ത് ചെയ്തു? അദ്ദേഹം ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ, ഇന്ദ്രിയങ്ങളെ ഭഗവാന് വേണ്ടി ഉപയോഗിച്ചു. ആ ചെയ്തതെല്ലാം ഭഗവാന് വേണ്ടി തന്നെ ആക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ അതുപോലെ നമുക്കറിയാം. പിന്നെ ആരുണ്ട്? വൃത്രാസുരനെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. യുദ്ധഭൂമിയിലാണ് നിൽക്കുന്നത്, അല്ലെ? അപ്പൊ ഇന്ദ്രൻ വധിക്കാനുള്ള ആയുധവുമായിട്ട് ഇന്ദ്രൻ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോഴും മനസ്സിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അഹം ഹരേർദവ പാദൈകമൂല ദാസാനുദാസോ ഭവിദാസ്മി ഭൂയഃ മനഃസ്മരേദാസുപദേർഗുണാംസ്തേ ഗ്രഹണീതവ കർമ്മ കരോതു കായഃ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ അവിടെ മറ്റൊന്നുമില്ല, ആ ഒരു അങ്ങയുടെ പാദത്തിൽ തന്നെ എൻ്റെ മനസ്സിനെ സ്മരിച്ചുകൊണ്ട്, അതല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഇല്ല. നനാഗപൃഷ്ടം നജവാരമേഷ്ട്യം, എനിക്ക് ബ്രഹ്മലോകമോ സ്വർഗമോ ഒന്നും വേണ്ട. പിന്നെന്താ? നസാർവഭൗമന്നരസാധിപത്യം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നേതാവാക്കണോ? എനിക്ക് അതും വേണ്ട. രസാതലം വേണ്ടോ? അത് വേണ്ട. ബ്രഹ്മതലം വേണോ? അതൊന്നും എനിക്ക് വേണ്ട. നയോഗസിദ്ധിർ അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹായകാംക്ഷി, ഭഗവാനിൽ നിന്ന് വേർപെട്ട് എനിക്കൊന്നും വേണ്ട എന്ന ഒരു നിലയിലേക്ക് അവിടെ എത്തുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സെങ്ങനായിരുന്നു? അജാതപക്ഷ ഇവ മാതരംഘക, പിന്നെയോ സ്തന്യം യഥാവത്സദരോക്ഷുധാർത്ഥ. അങ്ങനെ ഓരോരും എങ്ങനെയാണോ ഒരു കുഞ്ഞ് അമ്മ എന്താണ് ആഹാരം കൊണ്ട് വായിൽ കൊണ്ടുവച്ച് കൊടുക്കുമെന്ന് കരുതി ഒരു പക്ഷിക്കുഞ്ഞ് ഇരിക്കുന്നത്, അതുപോലെ ഞാൻ ഭഗവാന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുകയാണ്. ആ ഭഗവാന്റെ പാദപത്മങ്ങൾ, ആ കരുണയാണ് എനിക്ക് വേണ്ടത്. ഒരു കിളിക്കുഞ്ഞ് എങ്ങനെയാണോ ഭഗവാൻ ആ ആഹാരത്തിനായി അമ്മ വരുന്നതും കാത്തിരിക്കുന്നത്, അതുപോലെ ആയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു, അല്ലെ? മമോത്തമ ശ്ലോക ജനേഷു സഖ്യം സംസാരചക്രേ ഭ്രമതസ്വർമർമഭിഹി. അപ്പം അവിടെ ഞാൻ ഇങ്ങനെ സംസാരചക്രത്തിൽ കിടന്ന്
കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു മുമ്പ് പറഞ്ഞു ഒരു കിളി കാത്തിരിക്കുന്നത് പോലെ അമ്മയ്ക്ക് കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞു എന്ത് പറഞ്ഞു, പ്രിയം പ്രിയേവ വ്യുസിതം വിഷണ്ണ, ഒരു പ്രിയനെ കാത്ത് എന്താണ് വളരെ ദൂരത്തിൽ പോയ ഒരു ഭർത്താവ് തിരിച്ചെത്തി വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കും, എനിക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം സാധിച്ചു തരും എന്ന് കാത്തിരിക്കുന്ന ഒരു ഭാര്യയെ പോലെ എന്ന് എക്സാമ്പിൾ പറയുന്നു. അതുപോലെ ഭഗവാനെ കാത്തിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ സംസാരചക്രേ ഭ്രമതസ്വകർമ്മഭിഹി, അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ സംസാരചക്രത്തിൽ കിടന്ന്. എന്നെ ഇങ്ങനെ ആസക്ത ചിത്തസ്യനാക്കി മാറ്റാതെ ഭഗവാനെ എന്ന് കരഞ്ഞുകൊണ്ട്. എവിടെ നിന്നുകൊണ്ട് ഇത് പറയുന്നു? യുദ്ധഭൂമിയിൽ നിന്നുകൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട്, അപ്പുറത്തെ കയ്യിൽ എന്താണ് മതിക്കാനുള്ള ഉപകരണവുമായിട്ട് നിൽക്കുന്ന ആ ഇന്ദ്രന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഭഗവാനോട് ഇത് പ്രാർത്ഥന. അപ്പൊ ഭക്തന്മാർക്ക് ഇതിനൊന്നും ഒരു പ്രയാസവും ഇല്ല. ഭക്തിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ, അല്ലാത്തവർക്ക് നമുക്കറിയാം ഭക്തി ഒരു നമ്മൾക്കൊക്കെ ഭക്തി ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്, ഭഗവത്ഗീത പഠിക്കുന്നു, ഭാഗവതം പഠിക്കുന്നു, വൈശാഖമാസമാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പോരാ എന്നുള്ളതാണ്. അതിനും അപ്പുറത്തേക്ക് നമുക്ക് പോകണം, നമ്മൾ അവിടേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഭഗവൻ ഭക്തിഹീനസ്യനായ, ഭക്തി ഇല്ലെങ്കിൽ യാതൊരു ജീവിതം ഒട്ടും തന്നെ ബലവത്തായി മാറുകയില്ല. ഭഗവത് ഭക്തിഹീനസ്യ ജാതിശാസ്ത്രം തപസ്തപ അപ്രാണസ്യൈവ ദേഹസ്യ മന്ദനം ലോകരഞ്ജനം എന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഭക്തിയുത സേവനം ചെയ്യാത്ത ഒരു വ്യക്തി, വേണ്ട രീതിയിൽ ഭക്തിയുത, അപ്പം നമ്മളൊക്കെ ചെയ്യുന്നവരാണ്, ചെയ്യാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ കൊണ്ടുകൂടി എങ്ങനെങ്കിലും ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. ഭഗവത് ഭക്തിഹീനസ്യ എങ്ങനെയാണ് ജാതിശാസ്ത്രം ജപസ്തപ, ചിലർ ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഭക്തിയുത സേവനം ചെയ്യാത്ത ഒരു വ്യക്തി ഇനി മഹത്തായ ഒരു ഫാമിലിയിലാണ് ജനിച്ചതെങ്കിൽ പോലും, അവൻ വളരെ ഉന്നതനായ ഒരു ഫാമിലിയിൽ ജനിച്ചാലും, എല്ലാ വൈദിക ഗ്രന്ഥങ്ങളും അവൻ ബൈഹാർട്ട് ചെയ്താലും, എല്ലാ അറിവിൽ പൂർണ്ണത നേടിയാലും, എന്തെല്ലാം കാര്യങ്ങൾ നടത്തിയാലും ശരി, വ്രതം നോക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ശരി, അവിടെ അവരുടെ ഒരു ചെയ്തികൾക്കൊന്നും തന്നെ പ്രാധാന്യം വരുന്നില്ല എന്നുകൊണ്ട്. ഇത്രയൊക്കെ നേടിയാലും, എന്തെല്ലാം വ്രതം നോക്കിയാലും, എന്തെല്ലാം ഉരുവിട്ടാലും, അവയെല്ലാം എങ്ങനെയാണെന്നാണ് ചൈതന്യമൃതം പറയുന്നത്, ശവശരീരത്തിന്റെ അലങ്കാരം പോലെയാണ്. ഭക്തി ഇല്ലാതെയാണ് ഇത് എനിക്ക് അത് പഠിക്കണം, എത്ര ശ്ലോകം പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് മറ്റേത് പഠിക്കണം, എനിക്ക് 60 എണ്ണം വരുന്നവരെ ഒക്കെ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറഞ്ഞിട്ട് അവരെ തോൽപ്പിക്കണം. അതുപോലെ എനിക്ക് ഒരുപാട് ശ്ലോകങ്ങൾ ഇങ്ങനൊക്കെ എല്ലാ അറിവും എനിക്കുണ്ട് എന്ന് കരുതുന്നവർ, ഇതെല്ലാം നേടിയാലും ശരി, ആ അറിവും ആ ഒരുക്കവും എല്ലാം ശവശരീരത്തിനെ അലങ്കരിച്ചിരിക്കുന്ന പൂക്കൾ പോലെ മാത്രമേ ഉള്ളൂ എന്നാണ് ചൈതന്യ ചരിതാമൃതം പറയുന്നത്. പരപ്പരം പട്ടകിരീടജുഷ്ടം അപ്യുത്തമാംഗം നമേന്മുകുന്ദം ശവൗഹരൗന കുരുദേ സപര്യാം ഹരേല സത്കാഞ്ചന കങ്കണൗവാം. ഇനിയും അടുത്തും പറയുന്നുണ്ട് എങ്ങനെയാണ്, നല്ല സിൽക്ക് ടർബൻ കൊണ്ട് തലയിൽ നല്ല കെട്ടുകളൊക്കെ കെട്ടി അങ്ങനെ മുക്തിദായകനായ ഭഗവാന്റെ മുമ്പിൽ നമിക്കാത്ത ഒരുവൻ ഈ തലക്കെട്ടുമൊക്കെ കെട്ടിക്കൊണ്ട് നല്ല രീതിയിൽ നിൽക്കുന്നത് കണ്ടാൽ അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? അതൊരു ഭാരമേറിയ ബേർഡൻ മാത്രമായിരിക്കും തലയ്ക്കെന്ന് ഭഗവാന്റെ മുന്നിൽ നമിക്കാത്തവൻ. അതുപോലെ നമ്മൾ നല്ല മനോഹരമായ വളകളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ നന്നായി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, കാണുന്നവർക്ക് നല്ല ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിൽ, അത് ഭഗവത് സേവനത്തിന് ആ കൈകൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവ ഒരു മരിച്ചവന്റെ കൈകൾ ഇങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്ത് ചെയ്യുമ്പോഴും എന്ത് വേണം, ആ ഒരു ഭഗവാനെ കുറിച്ചുള്ള ചിന്തയോടുകൂടി നമ്മള് ചെയ്യാൻ നമ്മള് ശ്രമിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പൊ പ്രത്യേകിച്ചും നമ്മളെ കുറിച്ച് ഇവിടെ പറയുന്നത് യഥാർത്ഥ പരിത്യാഗം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കുക എന്നതാണ് പരിത്യാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ജീവാത്മാവ് എല്ലാ കാര്യങ്ങളും ഞാൻ ആരാണ്, ജീവാത്മാവ് ആരാണ്, ഭഗവാന്റെ ശക്തികൾ ഏതൊക്കെയാണ്, അതിലേത് ശക്തിയിലാണ് ഞാൻ പെടുന്നത്, ഞാൻ ആ ഒരു ചിന്ത, ആത്മീയത എന്താണ്, ഭൗതികത എന്താണ്, ഞാൻ എങ്ങനെയാണ് ഭഗവാനെ പൂർണ്ണമായും ആശ്രയിക്കാൻ കഴിയുക എന്നുള്ളത്. അങ്ങനെ ഒരു ജീവാത്മാവിനെ ആശ്രയിച്ച് നിലനിൽക്കാൻ നമുക്ക് കഴിയില്ല. എപ്പോഴും ഭഗവാനെ ആശ്രയിച്ച് തന്നെ നിലനിൽക്കണം. പരമപുരുഷന്റെ കാരുണ്യത്തെ ആശ്രയിച്ചാണ് എല്ലാം ഇരിക്കുന്നത്. എന്നാൽ ഭഗവാനുമായുള്ള ബന്ധം ഒരുവൻ വിസ്മരിക്കുമ്പോൾ അവൻ ഭൗതികതയുടെ നിയമങ്ങൾക്ക് ആശ്രിതനായി. നമ്മൾ മിക്കവാറും അങ്ങനെയാണ് അധപ്പതിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഭക്തിയുത സേവന പ്രക്രിയയിൽ കൂടി ഭക്തിയോഗത്തിലെ പരമപൂർണമായ ആ പരിപൂർണ അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ പരമഹംസരായിട്ട് മാറുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പരമഹംസാവസ്ഥയിലേക്ക് എത്തുക? അപ്പൊ അങ്ങനെ ആ ഒരിത് നമ്മള് കുലശേഖരാൾവാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്കിനിയും കാലം കിടക്കുന്നല്ലോ, നമുക്ക് ചെയ്യാൻ ഇനിയും കാലം ഉണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടെ കഴിയട്ടെ, നമ്മൾക്കിപ്പം മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് ഇപ്പൊ ഇരിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ എപ്പോഴാണ് നമ്മൾ പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ കുലശേഖരാൾവാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കൃഷ്ണാത്വതീയ പദപങ്കജ വഞ്ചരാന്തം അദൈവമേ വിശദു മാനസരാജഹംസം പ്രാണപ്രയാണ സമയേ കഫവാദവിത്തൗ കണ്ഠാവരോധനൗധൗ സ്മരണം കുതസ്തി. നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ തൊണ്ടയിലെ കഫം കുടുങ്ങി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഞാൻ പോകാൻ പറ്റുന്നതെങ്കിൽ, എനിക്ക് പോകാൻ പറ്റുന്നതെങ്കിൽ എങ്ങനെ ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കും എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണ എനിക്കിപ്പൊ തന്നെ മരണം തരൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഓരോ ഭക്തന്മാരും ഞാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അപ്പം ചൈതന്യചരിതാമൃതം പറയുന്നത് എന്താണ്? നാഹം വിപ്രോ നരപതിർനാഹി വൈശോന ശൂദ്രോ നാഹം വർണ്ണീനജഗ്രഹപതിർനോ വനസ്തോ യതിർവാ കിന്തു പ്രോത്യന്നിഖില പരമാനന്ദ പൂർണാമൃതേർ ഗോപീവർതൃപാദകമലയോ ദാസദാസാനുദാസ. ആ ഒരു ഭാവത്തിലേക്ക് ദാസദാസാനുദാസനായി നമുക്ക് എത്തിക്കഴിയുമ്പോൾ ആ ഭക്തി സേവന പ്രക്രിയയെ നമ്മൾ ഉയർത്തി അതിൽ തന്നെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ എന്ന് നമ്മൾക്ക് കഴിയുന്നു. അങ്ങനെ ഒരവസ്ഥ വന്നവരെ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അതിലേക്ക് ശ്രമിക്കണം. അതിലേക്ക് എത്താനായി നമ്മൾ നമ്മുടെ പ്രവർത്തികളെ കൊണ്ട് എത്തിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളതെന്ന് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. നമ്മള് ഭഗവാനുമായിട്ട് എല്ലാ ഭൗതിക ബന്ധനങ്ങളും അങ്ങനെ നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും മനസ്സുൾപ്പെടെ എല്ലാം ആ ഒരു സന്യാസ ജീവിതക്രമത്തിന്റെ പരമപരിപൂർണതയ്ക്കായി ദർശനം അവർ ഗമിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതിലേക്ക് നമുക്കിപ്പം നമ്മൾ അങ്ങനെ എത്തുന്നു എന്നുള്ളതല്ല, എങ്ങനെയാണ് അവർക്കത് സാധ്യമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ ബന്ധം ദൃഢീകൃതമാക്കാൻ അവരൊക്കെ ശ്രമിക്കുന്നു, അങ്ങനെയുള്ളവർ ശ്രമിക്കുന്നു. അപ്പൊ അവിടെ പരമഹംസാവസ്ഥയിൽ എത്താൻ വളരെ 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 എളുപ്പമല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. മാതാജി രാസം രസം എന്ന് പറഞ്ഞിട്ട് രസം എന്താ അതിനെപ്പറ്റി പറഞ്ഞിട്ട് മാതാജി? രസം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുന്നത്. ഏത് രസം? നമ്മൾ 9 രസത്തിലല്ലേ ഭഗവാനെ സാധാരണ സേവിക്കാറുള്ളത്. രാസം എന്ന് പറയുന്നത് ഭഗവാൻ നമ്മുടെ സേവ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ വേണമെന്ന് തോന്നുന്നത്. രാസലീല ആ രാസത്തിൽ ഉൾപ്പെടുന്നതാണ് രാസലീല എന്ന് പറയുന്നത്. രാസലീല അങ്ങനെ അല്ലെങ്കിലും അവിടെ ഭഗവാൻ എന്ത് ഇഷ്ടപ്പെട്ടു? ആ തന്നെ ആശ്രയിക്കുന്ന എന്നുവെച്ചാൽ ഗോപികമാരെ ഭഗവാൻ പറഞ്ഞേക്കുന്നത് എന്താണ്? നവാരമിഷ്ട്യം ശ്ലോകം വരുന്നില്ല. നവാരജെ ഒരു ബ്രഹ്മാവിന്റെ ഒരു ജീവിതം കൊണ്ട്, ബ്രഹ്മാവിന്റെ കാലം എത്ര ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ കാലഘട്ടം കൊണ്ട് അവര് ഭഗവാന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പകരമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഒറ്റ ബ്രഹ്മാവിന്റെ ജന്മകാലം കിട്ടിയാൽ പോലും എനിക്കത് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് എന്ന്
ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ഗോപികമാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഗോപികമാര് അവരെ സന്തോഷിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഭഗവാനിലുണ്ടായി. അവരാഗ്രഹിക്കുന്നത് അവർക്ക് കൊടുക്കണമെന്നുള്ള ഇഷ്ടം അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടത്. അപ്പം ഗോപികമാരുടെ ആ ഇഷ്ടം ഭഗവാൻ ഇഷ്ടപ്പെട്ടു. അതാണ് അതുകൊണ്ട് രാസലീല എന്നാക്കി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ഏതാണ് നമുക്ക് കിട്ടാത്തത്? ഈ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, നമ്മളെ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. നമുക്കെല്ലാം പ്രയാസമാണ്. ഡെയിലി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റണേ, ചിന്തകളെ. അത് എന്നാണോ നമ്മുടെ പ്രാർത്ഥന കേട്ട് കരുണ തോന്നണേ ഭഗവാനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലേ? പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ തള്ളിവിടാൻ നോക്കരുത്. അത്രയേ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാമം മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു ആസ് യൂഷ്വൽ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. സാദര പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അറിയാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പ്രണാം മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നിർത്താം മതി. മാതാജി നമുക്ക് സ്റ്റോപ്പ് നിർത്താം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നല്ല ക്ലാസ്സിന് നന്ദി മാതാജി. താങ്ക് യു മാതാജി. നന്ദി മാതാജി. ഹരേ കൃഷ്ണ. മാതാജി ഒരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ. താങ്ക് യു മാതാജി. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, 16-ാം തീയതി നമ്മുടെ ശനിയാഴ്ച രാത്രി 7 മുതൽ 8 മണി വരെ ഭാഗവത സങ്കീർത്തന അമാവാസി പ്രോഗ്രാമാണ്. എല്ലാ ഭക്തജനങ്ങളും അവരവർക്ക് വേണ്ടുന്ന അധ്യായങ്ങളും മറ്റു കാര്യങ്ങളും ഐശ്വര്യ മാതാജിയിൽ നിന്ന് മേടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബാക്കി കാര്യങ്ങൾ എല്ലാ ദിവസവും ഈ ക്ലാസ്സിന് ശേഷം അനൗൺസ്മെന്റ് ചെയ്യുന്നതാണല്ലോ. അതേപോലെ നാളെ മുതൽ 10 ദിവസം കാലചക്ര പ്രഭു എന്നുള്ള ഒരു സീനിയർ വൈഷ്ണവൻ ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തിൽ വരുന്നുണ്ട്. ഒരാഴ്ച ഭഗവാന്റെ കൃപയാൽ നമ്മുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ അസോസിയേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ അവസരങ്ങൾ എല്ലാവരും പ്രയോജനപ്പെടുത്തി ഗ്രൂപ്പിലിട്ടിട്ടുള്ള മെസ്സേജ് നോക്കി അദ്ദേഹത്തിന്റെ പ്രോഗ്രാം മനസ്സിലാക്കി എല്ലാവരും ഈ പ്രോഗ്രാമിന് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആധ്യാത്മിക ദീപം എന്ന് പറഞ്ഞുള്ള ഒരു നല്ല സൂപ്പർ ഒരു ഭാഗവതത്തിനെ കുറിച്ചുള്ള പഠന രീതിയാണ്. അതൊരു സെമിനാർ ആയിട്ട് നടത്തുന്നുണ്ട്. ഇസ്കോൺ ട്രിവാൻഡ്രം പള്ളിച്ചലിലെ കൃഷ്ണബലറാം ക്ഷേത്രത്തിലെ സെമിനാർ ഹാളിൽ വെച്ച് 16, 17 എന്നുള്ള 2 ദിവസങ്ങളിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഈ പ്രോഗ്രാമിന് മുൻകൂട്ടി എല്ലാവരും ആരൊക്കെ വരുന്നു എന്നുള്ളത് ഒരു സീറ്റ് റിസർവ് ചെയ്യേണ്ടതാണ്. അതിന് ഐശ്വര്യ മാതാജി എല്ലാവരും വിളിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. ഹരേ കൃഷ്ണ. ധന്യവാദം. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. എല്ലാ ഭക്തന്മാർക്കും നന്ദി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. പ്രണാമം. 16 പ്രോഗ്രാം സൂമിൽ കിട്ടുമോ മാതാജി? അതെങ്ങനെയാ? റെക്കോർഡിങ്ങോ? ഏതാ മാജി? 16, 17 പ്രോഗ്രാമേ സൂമിൽ കിട്ടുമോ? അതോ സൂമിൽ ഇടണമെന്നാണ് വിചാരിക്കുന്നത് മാജി. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ലൈവ് ഇടണം. ഇത് ലൈവ് അല്ല, നമ്മുടെ റെഗുലർ സൂം ഇടുന്നെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് ടൈം ഉണ്ട് മാജി, നമുക്ക് നോക്കാം. ശരി. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അതുപോലെ ചെയ്യാൻ തന്നെ ശ്രമിക്കാം മാജി. രണ്ടും നോക്കാം. ലൈവ് അല്ല, നമ്മുടെ സൂം ലിങ്ക് ഇട്ടിട്ടും ചെയ്യാം, തിരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡിങ്ങിനുള്ള ഓപ്ഷനും വച്ചേക്കാം മാജി. ശരി മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. എന്റെ നമ്പർ ഒന്ന് എഴുതി വെക്കോ. 00973. ഓൺലൈനല്ലേ കയറുന്നത്? പക്ഷെ എന്റെ ഇതിലേക്ക് മാതാജി അയക്കുമ്പോ ഒന്നും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഞാൻ കൂട്ടുകാരന്റെ ഇതില് എനിക്ക് മെസ്സേജ് ഇട്ട് തന്നിട്ട് ഞാൻ കയറാണ്.
ഞാൻ പ്രഭു എനിക്കൊരു ഹായ് ഇട്ടേക്കോ? എനിക്ക് മാതാജിനെ ചേർക്കാൻ പറ്റൂല. അതാ മാതാജി എന്നെ മാതാജി ചേർക്കും. ഞാൻ നമ്പർ തരാം. നമ്പർ എനിക്കിപ്പോ എഴുതാൻ കൈ ഫ്രീ അല്ല. ഞാനെങ്കിൽ രാസ്രാണി മാജിയുടെ വാങ്ങാം. മാജിയുടെ ഉണ്ടല്ലോ പ്രഭുവിന്റെ നമ്പര്. എന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഞാൻ മാജിയുടെ വാങ്ങിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.